ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി MG റോഡ് മെട്രോ സ്റ്റേഷനിലാണ്. ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റിയോടുകൂടി 395 റുപ്പീസിന് കൊച്ചിയിൽ അക്കോമഡേഷൻ. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എവിടെ താമസിക്കും എന്നുള്ളതാണ്. അതിന് മെട്രോ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്, പീറ്റേഴ്സ് ഇൻ വഴിയായിട്ട്. പീറ്റേഴ്സ് ഇൻ ഉള്ളത് കൊച്ചിയിലെ MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ്. കൊച്ചിയിൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ 395 രൂപയ്ക്ക് AC അക്കോമഡേഷൻ കിട്ടുന്ന സ്ഥലമാണ്. ലേഡീസിനും ജെൻസിനും ഈ ഒരു ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നത് പീറ്റേഴ്സ് ഇൻ ആണ്. നമുക്ക് നോക്കാം പീറ്റേഴ്സ് ഇന്നിൽ എന്നൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്നുള്ളത്. വീഡിയോ ഒരു ഇത്തിരി ലെങ്തിയാണ്, പക്ഷേ അത് മുഴുവൻ കാണാം. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പീറ്റേഴ്സ് ഇന്നിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് മിസ്റ്റർ പീറ്റർ ഫ്രാൻസിസ്, ഈ പീറ്റേഴ്സിൻ്റെ സാരഥിയാണ്. നമുക്ക് പീറ്ററിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളത് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒന്ന് ബിസിനസ് ക്ലാസ്സും ഒന്ന് എക്കണോമിക് ക്ലാസ് ആയിട്ടാണ്. ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ പ്രൈവസി ചോദിച്ച ആൾക്കാർ ആൾക്ക് ഇൻഡിവിജ്വലായിട്ട് റൂം പോലെ പ്രൈവറ്റായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോൾ ക്യാബിൻ അവർക്കായിട്ട് സിംഗിളായിട്ട് കൊടുക്കും. നമുക്ക് 2 ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്. 395 റുപ്പീസ് ഉണ്ട്, 595 റുപ്പീസ് ഉണ്ട്. അതിന് രണ്ട് ഫെസിലിറ്റീസാണ്. 595 എന്ന് പറയുമ്പോൾ 24 hours നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരേത് സമയത്ത് വന്നോ 24 hours ആയിട്ട് ചെക്കൗട്ട് ചെയ്താൽ മതി. 395 എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി തുടങ്ങി ദിവസം രാത്രി 9 മണി വരെയാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. 24 hours അവർക്ക് ലഗേജ് വയ്ക്കാം. 24 hours ലഗേജ് കിട്ടിയാൽ ഫെസിലിറ്റി ഉണ്ട്. സെയിം ചാർജിൽ തന്നെ 395 റുപ്പീസും 595 ആണ്. ഇത് 595 റുപ്പീസിൻ്റെ ക്യാബിനാണ്. ഇത് നമുക്ക് ഓരോ ക്യാബിൻസും ഓരോ ഇൻഡിവിജ്വൽസായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ ക്യാബിൻസ് വരുന്നത് ഇവിടെയാണ്. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ചാർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ റീഡിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലൈറ്റ്സ് കൊടുത്തേക്കുന്നത് രാത്രി എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് താഴത്തുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്സ് കൊടുക്കുന്നത്. AC ഉണ്ട്, സെയിമാണ്. വൈഫൈ ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ലോക്കേഴ്സ്, and security, 24 hours security. 24 hours security and travel guidance. എറണാകുളത്തുള്ള ട്രാവൽ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ എക്കണോമിക് ക്ലാസ് 395 റുപ്പീസിൻ്റെ ബെഡാണ് വന്നത്. ഒന്ന് കാണിച്ചു തരുമോ? ഇത് നമ്മുടെ ചെറിയ ലോക്കറാണ്. നമ്മുടെ ഫോണും വെക്കാനായിട്ട് ഹാൻഡ് ബാഗേജ് വരെ ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഓർണമെന്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും വാല്യുബിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് ലോക്കറിൽ അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല. സെയിം ഇൻക്ലൂഡിംഗ് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ 395 റുപ്പീസിൻ്റെ ക്യാബിൻ വരുന്നത്. അത് വെച്ചിട്ട് ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബെഡ്സ് കൂടുതലാണ് അവിടെ. അവിടെ 6 ബെഡ് ആണുള്ളൂ. ഇവിടെ നമുക്കൊരു ക്യാബിൻ്റെ അകത്ത് 12 ബെഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വന്നത് ഇതാണ് ജെൻസ് ടോയ്ലറ്റ്സ് വരുന്നത്. ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഫെസിലിറ്റി ഉണ്ട്, ടോയ്ലറ്റ്സും ഉണ്ട്. ഓൾമോസ്റ്റ് വർഷമൊന്നും വരാത്ത രീതിയിൽ. ഇത് നമ്മുടെ ഫാമിലി സെക്ഷനാണ്. ഇതിപ്പം ഡബിൾ കോട്ട്സ് ആണോ? ഇത് ഡബിൾ കോട്ട്സ് ആണ്. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് പ്രഗ്നൻസി വരുമ്പോൾ അവർക്ക് ഈ സിംഗിൾ ബെഡ് പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡബിൾ ബെഡിന്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ക്യാബിൻ്റെ അകത്ത് നമുക്ക് 25 മെമ്പേഴ്സിന് വരെയുള്ള ഫെസിലിറ്റി ഉണ്ട്. ഗ്രൂപ്പ് വരാണെങ്കിൽ, ഫാമിലി ഗ്രൂപ്പ് വരാണെങ്കിൽ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അച്ഛനും മറ്റേ ഫുൾ കാണാൻ പറ്റാത്ത ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് അടിക്കില്ല, ചൂടെടുക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? എത്ര ബെഡ്സ് ഉണ്ട്? ഇത് നമുക്ക് 9 ബെഡാണ് ഉള്ളത്. ഇതെല്ലാം ഡബിൾസ്, സിംഗിൾ. ഇത് നമുക്ക് 1, 2, 3 വെച്ചിട്ട് ആകെ ഇത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ ലേഡീസ് വരുവാണെങ്കിൽ, ലേഡീസ് ഒരു സിംഗിൾ പേഴ്സൺ വരുവാണെങ്കിൽ എവിടെയാ കൊടുക്കണേ? നമുക്ക് ലേഡീസ് റൂം ഉണ്ട് ഇവിടെ സെപ്പറേറ്റ്. ഇത് ഈ ഡോറിന്റെ ഉള്ളില്, ഇത് ഡോറിന്റെ ഉള്ളിലാണ്. ഈ ഡോറാണ്. ഓക്കെ, സേഫ്റ്റി ഗൺമാൻ വരെയുള്ള ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സേഫ് ആയിട്ട്. പിന്നെ ഇവിടെ വന്നവരും കൂടുതലും മെട്രോ ആയതുകൊണ്ട് എല്ലാവരും അതനുസരിച്ചുള്ള ആ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. കാരണം എല്ലാവർക്കും മെട്രോ സെക്യൂരിറ്റീസ് കൂടുതലും പേടിയാണ്. മെട്രോയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മെട്രോ പോലീസാണ് ആദ്യം ഹാൻഡിൽ ചെയ്യുന്നത്. ഗണ്ണുണ്ടല്ലോ കയ്യിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ വരെ നമ്മള് ലേഡീസിന്റെ കൂടുതൽ ആൾക്കാർ വരാണെങ്കിൽ ഇവിടെ വരെ കൊടുക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഫാമിലി, കുട്ടികളുണ്ടെങ്കിൽ അത്. ഇത് ലേഡീസ് ഉള്ളിയാണ്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് ലേഡീസിനുള്ളത്. ലേഡി വാർഡൻ ഉണ്ട് ഇവിടെ.
ഇപ്പോൾ പകലുണ്ടാവില്ല. പകലുണ്ടാവില്ല. 5 മണി തുടങ്ങി കാലത്ത് 7 മണി വരെ ലേഡീസിന് മോർണിംഗ് ഉണ്ടാവും. ഓക്കെ. ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് സെയിം തന്നെ, എക്കണോമിക് ക്ലാസ്സിലുള്ള സെയിം ഫെസിലിറ്റീസ് ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ബിസിനസ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ. ഇവിടെ 395 മാത്രമേ ഉള്ളൂ. നമ്മള് ഇതെല്ലാം AC തന്നെയല്ലേ? AC തന്നെയാണ്. നമുക്ക് ലേഡീസ് ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും ലേഡീസ് ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 4 പേര് 5 പേരൊക്കെയാണ് ഡെയിലി ലേഡീസ് ഉണ്ടാവാറ് നമുക്ക്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഇവിടെ നമുക്ക് അവർക്ക് ഫെസിലിറ്റീസ് കൊടുക്കും. ഓക്കെ. ഫോറിനേഴ്സ് ഒക്കെ അലൗഡ് അല്ലേ ഇതിനകത്ത്? ഫോറിനേഴ്സിന് എല്ലാം അലൗഡ് ആണ്. ഇപ്പൊ ഡെയിലി ഫോറിനേഴ്സ് ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2-3 ദിവസങ്ങളൊക്കെ ഫോറിനേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇവിടെ ഫുഡ് അവൈലബിൾ ആണോ? നമ്മൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നില്ല. ഇവിടെ ഫുഡ് കൊടുക്കുന്നില്ല. ഫുഡ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാനും പാടില്ല. AC ആയതുകൊണ്ട് സ്മെല്ല് അങ്ങനെ നിൽക്കുമല്ലോ. നോൺ വെജ് കൊണ്ടുവരാണെങ്കിൽ സ്മെല്ല് നിൽക്കുന്നതുകൊണ്ട് നമ്മള് ഉള്ളില് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ പുറത്ത് നമുക്ക് അതിനുള്ള കഫറ്റീരിയ പോലെ ഉണ്ട്. നിങ്ങൾ ഇവിടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ബ്ലാങ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചോദിക്കുന്നവർക്ക് നമ്മൾ ബ്ലാങ്കറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സെയിം ചാർജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഡ്രസ്സിംഗ് റൂമാണ്. ഡ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിവിടെ കല്യാണത്തിൻ്റെ ഒക്കെ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഡ്രസ് ചെയ്യാനൊരു ഓപ്ഷൻ, മിറർ അവൈലബിൾ ആണ്. അതിന് അതുപോലെ തന്നെ ലേഡീസിൻ്റെ വാഷ്റൂംസ് സെപ്പറേറ്റ് ആണ്. നേരത്തെ കണ്ട പോലെ അല്ല. അത് കൂടാതെ തന്നെ നമുക്ക് ലേഡീസ് വാഷ്റൂംസ് സെപ്പറേറ്റ് ഉണ്ട്. അത് തുണി ഉണക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ് അപ്പോൺ റിക്വസ്റ്റ്. നമുക്കിവിടെ ബുക്കിങ്ങിന് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ട്രാവൽസ് ഉണ്ട്. ഈ booking.com, മേക്ക് മൈ ട്രിപ്പ്, ദുബായ് എന്ന് പറയുന്ന എല്ലാ ബുക്കിംഗ് സൈറ്റ്സിലും ഓരോ വഴിക്ക് ബാക്കി എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ്. പ്ലസ് വാട്സാപ്പ് മെസ്സേജിങ് ഉണ്ട്. വാട്സാപ്പിൽ വരുന്ന ആളുടെ പേരും ചെക്കിൻ ഡേറ്റും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്കിംഗ് എടുക്കും. ഡയറക്റ്റ് വിളിക്കുന്നത് പോലും ഇല്ല. വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ബുക്കിംഗ് എടുക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. ഇവിടെ പേയ്മെന്റിന് 3 ഓപ്ഷൻസ് ഉണ്ട്. കാർഡ് പേയ്മെന്റ് ഉണ്ട്, ക്യാഷ് പേയ്മെന്റ് ഉണ്ട്, ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. ഗൂഗിൾ പേയും അല്ലെങ്കിൽ ഫോൺ പേ പോലത്തെ എല്ലാ ഓൺലൈൻ പേയ്മെന്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇവിടുത്തെ മെയിൻ ലോക്കർ ഫെസിലിറ്റി ഇതാണ്. വലിയ ലഗേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ രാത്രി ഇവിടെ നിന്ന് താമസിച്ചിട്ട് വൈകുന്നേരം വന്ന് ലഗേജ് എടുക്കാനുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് ലഗേജ് വെച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് ബെഡ് വേറാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 24 hours ഇവിടെ ആൾ അവൈലബിൾ ആണ്. കെയർടേക്കർ 24 hours അവൈലബിൾ ആണ്. ആൻഡ് നമ്മളിവിടെ എല്ലാ സൗകര്യങ്ങളും ഒരു കസ്റ്റമർ വന്നിട്ട് ഇത് ഇവിടുത്തെ കെയർടേക്കറിൻ്റെ നമ്പറാണ്. ഇവിടെ കസ്റ്റമർ വന്ന് ചോദിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ടൂർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാവലിനോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആൻഡ് നമുക്ക് ഇവിടുത്തെ എല്ലാ മാപ്സും അവൈലബിൾ ആണ്. ബെഡ്ഷീറ്റ് തന്നെയുള്ള എല്ലാ ഏരിയാസ്, ടൂർ ഏരിയാസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ലൊക്കേഷൻസ് മനസ്സിലാക്കാൻ. അതിനോട് ടീ കോഫി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാം. ഇതിലേക്ക് നമുക്ക് പ്രശ്നമില്ല, ഇവിടെ കഴിക്കും. നമുക്കിവിടെ 2 ലൈൻസ് ഉണ്ട്. നമ്മൾ പകല് വരുന്ന ആൾക്കാരുണ്ട്. പകല് ട്രാവൽസ് വന്നിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോകണവർക്ക് രാവിലെ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ന് ഫ്രഷപ്പായി ലഗേജ് വെച്ചിട്ട് അവരുടെ ജോലിക്ക് പോയി തിരിച്ചു വന്ന് ലഗേജ് എടുത്തിട്ട് പോകാനുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതിന് നമ്മൾ 295 rupees ചാർജ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് 1 hour ഫ്രഷപ്പ് ആണെങ്കിൽ 195 rupees ചാർജ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എല്ലാ 100 rupees തുടങ്ങി 600 rupees വരെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ TV ഉണ്ട്. TV ഒന്ന് ജസ്റ്റ് ഉള്ളിൽ വെച്ചേക്കാണ്. ഇവിടെ കുറച്ച് പണിയെടുക്കണമുണ്ട്. ഉള്ളിൽ വെച്ചേക്കാണ്. TV, ഫ്രീ വൈഫൈ എല്ലാം. ഇപ്പം ലേഡീസിൻ്റെ ഒക്കെ ഒരു കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റി നിങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിവിടെ 24 hours കെയർടേക്കർ ഉണ്ട്. കെയർടേക്കർ ഈ ഫസ്റ്റ് ബെഡിൽ തന്നെ 24 hours അവൈലബിൾ ആണ്. ലേഡീസിന് നമുക്ക് ലേഡീസ് റൂമിനുള്ളിൽ ലേഡി വാർഡൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം. പ്ലസ് ലേഡീസ് 6 മണി കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യും. വാർഡന് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് അവർ മെസ്സേജ് കൊടുത്താൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്യുള്ളൂ. ഓക്കെ. അതല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരെങ്കിലും ചെന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്യില്ല. കൂടുതൽ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോയിലേക്ക് അലാറം ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സെക്യൂരിറ്റി
സെക്യൂരിറ്റീസ് വരും. സെക്യൂരിറ്റീസിന് പുറകെ തന്നെ പുറത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ശരി ശരി. ഓക്കെ, അപ്പം നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്തോളാം. ഓക്കെ, എനിക്ക് പേരൊന്ന് പറയോ? പീറ്റർ ഫ്രാൻസിസ്. ഓക്കെ പീറ്റർ, താങ്ക് യു സോ മച്ച്. കാണുന്നത് മിസ്റ്റർ പീറ്ററിൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് റൂം ബുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഇതിൻ്റെ സർവീസസൊക്കെ. ഇത് അവൈൽ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം എറണാകുളത്ത് തൊട്ട് പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഇപ്പം കൊച്ചിയിൽ നിന്ന് തന്നെ ഒത്തിരി പേരൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിവേ നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. ഇത്ര ഒരു എമൗണ്ട് MG റോഡിൽ കിട്ടുന്നത് നിങ്ങൾക്കറിയാലോ, വേറെ എവിടത്തും കിട്ടാൻ ചാൻസ് ഇല്ല. 395 രൂപയ്ക്ക് AC അക്കോമഡേഷൻ വിത്ത് ഗൺമാൻ സെക്യൂരിറ്റി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.